ഇന്ന് തിയേറ്ററിലെത്തിയ സിനിമകളുടേതും അതുപോലെ ടർബോ ഉൾപ്പെടെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകളുടെയൊക്കെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സുരാജ് വെഞ്ഞാറമൂട്, ബിജു മേനൻ കൂട്ടുകെട്ടിൽ ഇന്ന് തിയേറ്ററിലെത്തിയ മൂവിയാണല്ലോ നടന്ന സംഭവം. ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് തന്നെ പ്രേക്ഷകർ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുന്നത് ആവറേജ് സിനിമ, വൺ ടൈം വാച്ചബിൾ സിനിമ എന്നാണ്. കണ്ട പ്രേക്ഷകർ ഈ ഒരു ചിത്രത്തെക്കുറിച്ച് വായി തോരാതെ സംസാരിക്കുന്നത്. ഒരു ചെറിയ സിനിമ കാണുക എന്ന ഉദ്ദേശത്തോടു കൂടെ വലിയ പ്രതീക്ഷ വെക്കാതെ ഈ ഒരു ചിത്രത്തെ നിങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം തരക്കേടില്ലാതെ എൻജോയ് ചെയ്യുന്ന സിനിമയായി തീരാൻ നടന്ന സംഭവം എന്ന ഈ ഒരു ചിത്രത്തിന് ചിലപ്പോൾ സാധിച്ചേക്കും. ഇന്ന് തിയേറ്ററിലെത്തിയ മറ്റൊരു മൂവിയാണല്ലോ ഉള്ളോയിക്ക്. പാർവതി മേനോനും ഉർവശിയും തകർത്ത് അഭിനയിച്ച ചിത്രം മികച്ച തിരക്കഥയുടെ ബലത്തിൽ ഗംഭീര സിനിമ എന്നാണ് കണ്ട പ്രേക്ഷകർ ഈ ഒരു ചിത്രത്തെക്കുറിച്ച് വിലയിരുത്തുന്നത്. ഈ ഒരു ചിത്രം എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ കൈമലർത്തും. കാതൽ ദി ഗോറി എന്ന ചിത്രമൊക്കെ കണ്ട് ആ ഒരു സ്പീഡിൽ കഥ പറയുന്ന ഒരു അക്കാദമിക് ലെവലും അതുപോലെ കൊമേഴ്ഷ്യൽ ചേരുവകളും ചെറിയ രീതിയിൽ ചേർത്ത ഒരു സിനിമയാണ് ഉള്ളോയിക്ക് എന്നാണ് കണ്ട പ്രേക്ഷകരിൽ നിന്നും അറിയാൻ സാധിച്ചത്. മികച്ച തിരക്കഥയും അതോടൊപ്പം തന്നെ പാർവതിയുടെയും ഉർവശിയുടെയും ഗംഭീര പെർഫോമൻസ് തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. പിന്നെ എടുത്തു പറയേണ്ടത് സുഷിൻ ശ്യാം ആണ് ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. സുഷിൻ ശ്യാം ഈ അടുത്ത് ചെയ്ത സിനിമകളെല്ലാം കൊമേഴ്ഷ്യലി തിയേറ്ററിൽ വലിയ വിജയം കൈവരിച്ച സിനിമകളാണ്. 150 കോടികൾ വരെ നേടിയ സിനിമകളുടെ ഭാഗമാവാൻ സുഷിൻ ശ്യാമൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ഉള്ളോയിക്ക് എന്ന് പറയുന്ന ചെറിയ സിനിമയെ അദ്ദേഹം സമീപിക്കാനുള്ള പ്രധാന കാരണം ഒരു അവാർഡ് വിന്നിംഗ് സിനിമയുടെ ഭാഗമാവുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം സുഷിൻ ശ്യാം ഈ ഒരു സിനിമയ്ക്ക് കൈകോർത്തത്. എന്തായാലും സുഷിൻ ശ്യാമിന്റെ വർക്ക് നിരാശ പടർത്തിയിട്ടില്ല. നല്ലൊരു അഭിപ്രായം തന്നെയാണ് പ്രേക്ഷകർ ഉള്ളോയിക്ക് എന്ന സിനിമയ്ക്ക് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ വിജയ് സേതുപതി മൂവിയാണല്ലോ മഹാരാജ. ഈ ആഴ്ചയും തിയേറ്റർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രം തന്നെയാണ്. ചിത്രത്തിന്റെ ഇതുവരെയുള്ള 8 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം 60 കോടിക്ക് മുകളിൽ എത്തിയിട്ടുണ്ട്. 8ാം ദിവസമായ ഇന്ന് ഈ ഒരു ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 40 ലക്ഷത്തിന്റെയും 50 ലക്ഷത്തിന്റെയും ഇടയിലുള്ള കളക്ഷൻ ഉറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിൽ നിന്നും മാത്രം 8 ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു ചിത്രം 4 കോടിയോളം രൂപ നേടിക്കഴിഞ്ഞു. ചിത്രം വേൾഡ് വൈഡ് കളക്ഷനിലൂടെ 100 CR നേടുന്ന അടുത്ത തമിഴ് മൂവി ആവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ക്ലാസ് ആൻഡ് മാസ് ടച്ചിലുള്ള സ്റ്റൈലിഷ് ചിത്രമാണ് മഹാരാജ. കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ സുരാജ് വെഞ്ഞാറമൂട്, കുഞ്ചോക്കോ ബോബൻ മൂവി ആയിരുന്നല്ലോ ഗിർറെ. ചിത്രത്തിന്റെ പ്രേക്ഷകരിൽ നിന്നും ഒരു സമ്മിശ്ര പ്രതികരണമാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നത്തെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ കൂടി ചേരുന്ന സമയത്ത് ഏകദേശം 3.25 കോടിയിലേക്ക് എത്തി നിൽക്കുകയാണ് ചിത്രത്തിന്റെ കേരള കളക്ഷൻ മാത്രം. വലിയ പ്രതീക്ഷയില്ലാതെ ജസ്റ്റ് ഒരു സിനിമ കാണുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് സിനിമയ്ക്ക് നിങ്ങൾ സമീപിക്കുന്നതെങ്കിൽ വലിയ നിരാശ നിങ്ങളെ സമ്മാനിക്കില്ല ഈ ഒരു ചിത്രം എന്നാണ് അറിയാൻ സാധിച്ചത്. ജസ്റ്റ് കണ്ടു നോക്കാം എന്ന അഭിപ്രായമാണ് ചിത്രം പ്രേക്ഷകരിൽ നിന്നും നേടിയെടുത്തിരിക്കുന്നത്. 5ാമത്തെ ആഴ്ചയിലേക്ക് എത്തപ്പെട്ട മറ്റൊരു ആസിഫ് അലി, ബിജു മേനൻ മൂവിയാണല്ലോ തലവൻ. സിനിമയ്ക്ക് നല്ലൊരു പോസിറ്റീവ് റിപ്പോർട്ട് തന്നെയാണ് പ്രേക്ഷകരിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചത്. കേരളത്തിൽ നിന്നും ഈ ഒരു ചിത്രം ഇതുവരെയും ഏകദേശം 15 കോടിയോളം രൂപ കളക്ഷൻ നേടിക്കഴിഞ്ഞു. വലിയ പോരായ്മകളും ഒന്നും ഇല്ലാത്ത ഒരു മലയാള ചിത്രമാണ് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോൾ കളിക്കുന്ന സിനിമകളിൽ തലവൻ എന്ന ചിത്രം തന്നെയായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ്. ചിത്രത്തിന് ഇപ്പോഴും നല്ലൊരു സ്റ്റഡി കളക്ഷൻ നിലനിർത്തി മുന്നേറാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആഴ്ചയും തിയേറ്ററിൽ കളിക്കുന്ന മറ്റൊരു സിനിമയാണ് ഗോളം. ആ ഒരു ചിത്രത്തിനും നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 6ാമത്തെ ആഴ്ചയിലേക്ക് എത്തപ്പെട്ട പൃഥ്വിരാജ് ബേസിൽ ജോസഫ് മൂവിയാണല്ലോ ഗുരുവായൂർ അമ്പല നടയിൽ. കോമഡിക്ക് അധികം പ്രാധാന്യം കൊടുത്ത് ഒരുക്കിയ ചിത്രം. ഒരു എന്റർടൈനർ സിനിമയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ഇതിനോടൊപ്പം തന്നെ ചിത്രത്തിന്റെ കളക്ഷൻ വേൾഡ് വൈഡ് ഏകദേശം 90 കോടിക്കടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ആഴ്ചയും ഇപ്പോൾ കളിക്കുന്ന സിനിമകളോടൊപ്പം കട്ടക്ക് കട്ടയായിട്ട് ഈ ഒരു ചിത്രവും തിയേറ്ററിൽ ഉണ്ടാവും. മമ്മൂക്ക, വൈശാഖ്, മിഥുൻ മാനൽ കൂട്ടുകെട്ടിലെത്തിയ മാസ് ആക്ഷൻ മൂവി ആയിരുന്നല്ലോ ടർബോ. ചിത്രം 5ാമത്തെ വീക്കിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. 30ാമത്തെ ദിവസത്തിലൂടെ കടന്നു പോകുമ്പോഴും മികച്ച ഒരു തിയേറ്റർ കൗണ്ട് നിലനിർത്താൻ 5th വീക്കിലും ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 83 സ്ക്രീനിലാണ് ഈ ഒരു സിനിമ 5ാമത്തെ ആഴ്ചയും പ്രദർശിപ്പിക്കുന്നത്. കേരളത്തിൽ മാത്രം ഇന്ന് റിലീസായ സിനിമകളോടൊപ്പം ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളോടൊപ്പവും കട്ടക്ക് കട്ടയായിട്ട് മമ്മൂക്കയുടെ ടർബോ എന്ന ചിത്രവും കാണും. ഈ ഒരു വീക്കെൻഡ് ആര് കൊണ്ടുപോകും എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. ഈ പറഞ്ഞ സിനിമകളിൽ തിയേറ്ററിൽ മികച്ച എക്സ്പീരിയൻസ് നൽകിയ നിങ്ങളുടെ സിനിമ ഏതാണ്? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.